അടിച്ച് കയറി വാ. എടാ ഭാസ്കര, എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കപ്പയോ കൊഞ്ചോ കരിമീനോ ഒക്കെ എൻ്റെ ചിലവാ. അപ്പോൾ ഇതാണ് ബിഗ് ബോസിൻ്റെ നയം. അടിച്ച് കയറി വരട്ടെ പിള്ളേർ, അടിച്ച് കയറി വാ. എടേ, ഒരു നാണവും മാനവും ഇല്ലടേ. ഇല്ല, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുക ഈ ബിഗ് ബോസിൻ്റെ കാര്യമേ. ഇന്നലെ എവിക്റ്റാക്കി, നോറേനെ എവിക്റ്റാക്കിയിട്ട് അവളെ കൊണ്ടുപോയി സീക്രട്ട് റൂമിൽ ഇരുത്തിയേക്കുന്നു. അയ്യോ, അവളെ കരയിപ്പിച്ചാൽ വല്ലതൊക്കെ സംഭവിക്കും അവിടെ? അവൾ സീക്രട്ടായിട്ട് കാപ്പിയോ ചായയോ ഒക്കെ ഇട്ട് തരുമോ, അതോ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തരുമോ? എന്താടേ ഇത്, നാണവും മാനവും ഇല്ലാത്തവന്മാർ. കഴിഞ്ഞ കൊല്ലം മറ്റേ സെറീനെ കൊണ്ടുപോയി 2-3 ദിവസം ഇരുത്തിയായിരുന്നു. ഞാൻ വിചാരിച്ചു അതുപോലെ ആയിരിക്കും ഇവളെയും കൊണ്ട് ഇരുത്തുന്നതെന്നാ. എൻ്റെ അമ്മേ, അവളെ മറ്റേ ഒരു ടാസ്ക് ജയിച്ചു. ഈ ഉള്ളതിൽ ഏറ്റവും പാഴ് ടാസ്ക്കാണ് അത്. ഏറ്റവും മടിയന്മാർക്കുള്ള ടാസ്ക്കാണ്. പക്ഷേ ആൾക്കാർ പറയാൻ ഭയങ്കര മനക്കരുത്ത് വേണം, ആന വേണം, അണ്ടി വേണം. എത്ര ആൾക്കാരാണ് അത് കറക്റ്റായിട്ട് ചെയ്തത്? ചുമ്മാ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിന്നാൽ പോരെ. മറ്റേ ശോഭ കഴിഞ്ഞ കൊല്ലം കാറിൽ ഇരുന്ന പോലെ ഇവൾ അതേ കാറ്റഗറി. അയ്യോ, സ്വന്തം മറ്റേ പുകഴ്ത്തി പറയുന്ന ആ ഒരു കാറ്റഗറി. ഇങ്ങനെ സന്തോഷിക്കുന്ന, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്ന. അവൾ ഔട്ടായെന്ന് കേട്ടപ്പോൾ അവളുടെ മോന്ത കാണണമായിരുന്നു. ഒറ്റ ഒരാളുടെ അടുത്ത് മിണ്ടി പോയില്ല. ഓക്കെ ബൈ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു വൃത്തികെട്ട ഒരു പെണ്ണ്. വേറെ പല വാക്കുകളാണ് വരുന്നത്. അവളെ കൊണ്ടുപോയി മറ്റേ ഇതിലിരുത്തിയിട്ട് പിന്നെ കൊണ്ട് പ്രേതത്തിനെ പോലെ അവിടെ വെളിയിലിരുത്തി. അവൾ ഇരുന്ന് കരയുന്ന കണ്ടില്ലേ, മറ്റേ ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ട്. എന്താ കരച്ചിൽ! ഇവളെന്തോ ചെയ്ത പോലെ 24 മണിക്കൂറും കരച്ചിൽ. ക്യാമറയെ നോക്കിയിട്ടുള്ള ആക്ഷൻ, കോപ്രായം കാണിച്ചിട്ട് അതാണ് കണ്ടൻറ് എന്നും പറഞ്ഞുകൊണ്ട്. അത് കുറച്ച് ആളൊക്കെ പിടിച്ചു നിന്നു. കുറേ പെണ്ണുങ്ങളൊക്കെ വോട്ട് ചെയ്ത് കാണും. കാരണം ഇവളുടെ സങ്കടം കണ്ടിട്ട് ഈ താത്തമാരൊക്കെ കുറേ വോട്ട് ചെയ്ത് കാണും. അതാണ് എനിക്ക് തോന്നുന്നത്. അവർ ഭയങ്കര ലോല ഹൃദയം ഉള്ള ആൾക്കാരാണല്ലോ. ഞാനവരെ കുറ്റമൊന്നും പറയുന്നതല്ല, പാവം പെണ്ണുങ്ങളാണ്. ആരെങ്കിലും ഈ പെണ്ണുങ്ങളൊക്കെ കരയുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. ഇവള് ചുമ്മാ കരച്ചിലും ചുമ്മാ അപ്പനെ അമ്മയും പഴിചാരിയിട്ട് അത് അൻസിബ വലിച്ചു കീറി പുറത്താക്കിയതാണല്ലോ ഇവളെ. അങ്ങനെ അൻസിബയെ ഔട്ടാക്കി. അൻസിബയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ഔട്ടാക്കിയിട്ട് കൊണ്ടുപോയി മറ്റേ സീക്രട്ട് റൂമിൽ ഇരുത്തിയ ഒരു രസമുണ്ട്. കഴിഞ്ഞ കൊല്ലം സെറീനെ ഇരുത്തിയ പോലെ അവർ അവിടെ ഇരുന്നിട്ട് ഉള്ള സീക്രട്സൊക്കെ കാണുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അല്ലാതെ ഈ ഷോയിൽ എൻട്രി ആകാൻ പോലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട്, കുറച്ച് മറ്റേ പൊട്ടി വാരി മുഖത്ത് വെച്ചിട്ട്, മുടി ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാവോ? അപ്പോൾ അങ്ങനെയാണോ ക്രൈറ്റീരിയ? ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കുറേയാണോ വന്നിട്ട് അവൾ ഭയങ്കര ഗെയിമറാണ്, അവൾ ഇൻഡിവിജ്വൽ ഗെയിമറാണ്, അവൾ ആനയാണ്, അണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. എന്ത് ചെയ്തിട്ടാണ് അവൾ? ജാസ്മിൻ ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ അപ്സര ചെയ്തതിൻ്റെയോ നന്ദന ചെയ്തതിൻ്റെയോ 100-1 ഇവൾ ചെയ്തിരുന്നെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. എന്ത് കാര്യത്തിനാണ് ഇവളെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നതെന്ന്? ജാസ്മിൻ ഇന്നലെ പിന്നെ വേറെ ഒരു ഡയലോഗ് അടിച്ചു. അവൾ ഒരാൾക്ക് പണി കൊടുക്കാൻ നോക്കിയപ്പോൾ ദൈവം അവൾക്കിട്ട് പണിതു എന്നും പറഞ്ഞാൽ, അത് പണി ഇനി കിട്ടാൻ പോകുന്നേ ഉള്ളൂ മോളെ, നീ പുറത്തോട്ട് വാ. ഇതിൽ ബിഗ് ബോസിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അടിച്ച് കയറി വാ എന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നല്ല ആൾക്കാരെ ഒന്നും അടിച്ച് കയറി വരാൻ സമ്മതിക്കില്ല. ഇതുപോലത്തെ ഊളകളെ മാത്രമേ അടിച്ച് കയറി വരാൻ സമ്മതിക്കുള്ളൂ. ആ സിജോയും മറ്റേ സൈനയൊക്കെ കൂടെ ഔട്ടായി കഴിഞ്ഞാൽ സമാധാനമായി. അതാണിപ്പോൾ മൈൻഡിൽ. എന്ത് വക കളിയാണ് പോയി കളിക്കുന്നത്? അജിൻഡോയിട്ട് വാരുക. എന്തിനാ ഇങ്ങനെ? നന്ദനെ ഔട്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നന്ദനെക്കാട്ടിലും ക്വാളിറ്റി കുറഞ്ഞ ആളാണ് ഈ ശ്രീധുവിന് എന്ത് ക്വാളിറ്റി ഉള്ളത്? മലയാളം വായിക്കാൻ അറിയില്ല, മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയില്ല. മഴ തൂറുന്നു. മഴ തൂറുന്നെങ്കിൽ നീ പോയി കഴുകി കൊടുക്ക്. അതാണ് അവളുടെ മലയാളം. അപ്പോൾ അത് അയ്യോ അത് അങ്ങനെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ ആൾക്കാരെ ഇപ്പോൾ ജാൻമണിദാസ് ഇവളെയൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോറ ഭയങ്കര സംഭവമാണ്. നോറയ്ക്ക് മലയാളം വായിക്കാനും ഇതൊക്കെ അറിയാം. മലയാളം വായിക്കുന്നതല്ല ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരു ക്വാളിറ്റി, ഒരു ഷോ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ചാനൽ നടത്തുന്ന, ഇത്രയും വലിയൊരു കമ്പനി നടത്തുന്ന ഒരു ഷോ, ഇവരിപ്പോൾ എന്ത് പറഞ്ഞാലും പറയും, മേഡം നിനക്കൊക്കെ എന്തറിയാം, നീ ഒരു ഫോണുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നീ വലിയ ക്രിയേറ്ററാണോ അതാണോ ഇതാണോ എന്ന് പറയാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അല്ലാതെ ഈ ഇത്ര നാണം കെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം മറ്റേ ശോഭയെ അവസാനം വരെ നിർത്തി. ബാക്കിയുള്ളതൊക്കെ പാഴുകളെയൊക്കെ പുറത്താക്കിയായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അയ്യോ ഇത് എന്തുവക ആൾക്കാരാണ്? ജാസ്മിൻ ആൾക്കാരൊക്കെ വെറുത്തതാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ തള്ളി പറയുന്ന ഒരാളാണ് ജാസ്മിൻ. പിന്നെ അപ്സരയെ ഇപ്പോഴാണ് പുറത്താക്കിയത്. അപ്സരയ്ക്ക് എൻ്റെ ബെസ്റ്റ് ക്യാപ്റ്റൻ മറ്റേ മൂക്കില രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവരൊക്കെ ഈ പരിപാടി കാണുമ്പോഴേ. കാരണം ടാലൻ്റുള്ള ആൾക്കാരെ എടുക്കാതെ, ടാലൻ്റുള്ള പിള്ളേർ ഇല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ടാലൻ്റുള്ള ആൾക്കാരില്ലേ ബിഗ് ബോസിൽ വരാനായിട്ട്? എന്ത് വക പരിപാടിയായത്? ഇവളെ ഏതാ തിരിച്ച് കയറ്റി വിട്ടേക്കുന്നത്? ഇവൾക്ക് ഭയങ്കര സപ്പോർട്ടാന്ന് പറയുന്നത്. എന്ത് സപ്പോർട്ടാണ്? ആരാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തായാലും ഒരു സംഭവം തന്നെ. ആഷിബ് എന്ന് പറയുന്നവനെ പ്രാന്തനാക്കി അവനെ പുറത്താക്കി. പിന്നെ ഇപ്പോൾ വെളി കിടന്ന് വെച്ച് കയറുന്നുണ്ട്. അത് ഇനി ഗെയിമാണോന്ന് അറിയില്ല. ഇവർ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളി മാറ്റി പിടിക്കാമെന്നാണല്ലോ ഈ ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊക്കെ ഫുള്ള് പ്ലാൻ ആയിരിക്കും. ശിവനെ ഇവരുടെ ആളായിരിക്കും ചിലപ്പം. അതും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ അലിഗേഷനൊക്കെ പറഞ്ഞ് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുവരെ ഈ അലിഗേഷൻസും ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വെളിയിൽ നടക്കുന്ന ആൾക്കാർ, അതിനെതിരെ വർത്തമാനം പറയുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരും. എന്താണ് ഇവന്മാർക്ക് വേണ്ടത്? TRP വേണം. TRPക്ക് വേണ്ടി എന്ത് കളിയും കളിക്കും. അതാണ് അവരുടെ പരിപാടി. അതാണ് ഞാൻ മനസ്സിലാക്കിയത്.
അഖിൽമാരാർ ഒരു സൈഡിൽ കിടന്ന് എന്തോ ഇതൊക്കെ പറയുന്നുണ്ട്. മറ്റേ ദിയാസന വന്നിട്ട് ഭയങ്കര കോപ്പറായും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഭയങ്കര സ്ക്രിപ്റ്റഡാണ്. അവസാനം ആ ചെക്കനെ ഉമ്മ വെച്ചിട്ടാണ് പോകുന്നത് അവൾ. ആ ദിയാസനയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ദിയാസന ഭയങ്കര ഉടക്ക് പോടാ അവിടെ ഇതാ ചെറ്റ വർത്തമാനം പറയില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോവുക. എന്നിട്ട് അവസാനം വന്നിട്ട് അവൻ്റെ കവളത്തൊരു ഉമ്മ. എൻ്റെ അമ്മേ. എന്താണെങ്കിലും ഒരു ഷോയുടെ ക്വാളിറ്റി ഇങ്ങനെ തരം താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് കഷ്ടമുണ്ട്. നമ്മളൊക്കെ കുറേ ആൾക്കാർ ആശിച്ച് കാണുന്ന ഒരു ഷോ ആണ്, ഭയങ്കര ഇഷ്ടത്തോടെ കൂടെ കാണുന്ന ഒരു ഷോ ആണ്. ലൈവൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ. ഈ ഫൈനൽ 5 വരുമെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇവളുടെ പോക്ക് കണ്ടിട്ടേ ഇവളെ ഈ പൊക്കി പിടിച്ച് അടിച്ച് കയറി വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് കയറി വരാൻ സമ്മതിക്കുന്ന കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഇവളെ അടിച്ച് കയറി ഫൈനൽ 5 തോന്നുന്നു. അടിച്ച് കയറി ഫൈനൽ 5 ഇവളായി കഴിഞ്ഞാൽ അടിച്ച് കയറി ഉമ്മ അടിച്ചിട്ട് ഉണ്ടല്ലോ എന്ത് പറയാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും, തെറിയായി ഇപ്പോൾ അവസാനം. ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൾക്കാരെ എല്ലാവരും വെറുക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണോ TRP കൂടുന്നത്? ആ ആൾക്കാരെ ഒന്ന് താത്തി കാണിക്കണ്ടേ? ഗബ്രിയെ പുറത്താക്കി എന്താണെങ്കിലും ഗബ്രിയെ കൊണ്ടുപോയി സീക്രട്ട് റൂമിൽ ഇരുത്തിയില്ലല്ലോ. അവനെ എന്താണെങ്കിലും ആ ഫാമിലി റൗണ്ടിന് മുമ്പേ പുറത്താക്കിയത് വളരെ നന്നായി. പിന്നെ ഒരു ഭൂലോക മറ്റേ രശ്മിൻ മറ്റേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഡീഹൈഡ്രേഷൻ കൊണ്ട് താഴെ പോകുന്നത്. എന്നിട്ട് അവൾക്ക് ഡോക്ടർ വേണം. ഇത് വെള്ളം കുടിക്കാൻ പോലും അറിയാത്ത ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുമ്പോൾ ഏത് കോളേജിൽ എന്ത് ടീച്ചറാണ് അവൾ? അവളുടെ വേഷം അവളുടെ പഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചറാണ് പോലും അവൾ. അയ്യോ. പിന്നെ അപ്സര മറ്റേ ബെസ്റ്റ് ക്യാപ്റ്റൻ ആനയാണ്. ശ്രീരേഖയൊക്കെ നല്ലതായിരുന്നു. ശ്രീരേഖ മറ്റേ ശരണ്യ ഇതൊക്കെ നല്ല കണ്ടസ്റ്റൻസാണ്. ഇവരെയൊക്കെ പുറത്താക്കി. സുരേഷ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അത് പിന്നെ വേസ്റ്റായിരുന്നു. ആദ്യം തന്നെ വന്നപ്പോൾ മറ്റേ വയ്യാണ്ട് റിട്ടയറായിട്ട് മറ്റേ വരുന്ന പോലത്തെ ഒരാളായിരുന്നു. അതുകൊണ്ട് അത് കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ എന്ന് പറയാം. ഈ വക ആൾക്കാരെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി വേണം, ഒരു ആറ്റിറ്റ്യൂഡ് വേണം, ഒരു ഗ്രേസ് വേണം, ആൾക്കാരുടെ മുഖത്ത് ഒരു തേജസ് വേണം. ഇത് എന്ത് തേജസ്സാണ്? ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ നോറയുടെ ഫേസൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിംഗ് ആയി, മറ്റേതായി മറിച്ചതായി. സാധാരണക്കാരൻ ഒരുത്തൻ ബിഗ് ബോസിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമ്മതിക്കുമോ? സാധാരണക്കാരെ എടുത്തിട്ട് അവരിൽ നിന്ന് ടാലൻറ്റിനെ ചൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ, കാരണം അല്ലെങ്കിൽ TRP കിട്ടില്ല എന്ന് പറയുന്നത് വളരെ പോഴത്തരമാണത്. ഈ അർജുൻ എന്ന് പറയുന്നത് എന്തിനാണ് എടുത്തു വെച്ചേക്കുന്നത്? അവൻ ഭയങ്കര സംഭവം എന്നാണ് പറയുന്നത്. അവൻ്റെ ലവ് കോംബോ എന്ന് പറയുന്നത് 7 അടി പൊക്കവും ആ പെണ്ണിന് 5 അടി പൊക്കവും. അല്ലെ അമിതാഭ് ബച്ചൻ ആ കാലത്ത് സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം, അത് ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ. ഇവിടെ മറ്റേ സാധാരണ ക്യാമറയാണ്. ഈ സാധാരണ ക്യാമറയിൽ എങ്ങനെയാണ് ഈ പെണ്ണുമായിട്ട് ഇവൻ്റെ ലവ് കോംബോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പിന്നെ ലവ് എന്ന് പറയുന്ന സംഭവം ആ ഫേസിൽ വരണ്ടേ? അതിൽ ഗബ്രി മിടുക്കനാണ്. പക്ഷേ അത് ഭയങ്കര ലവിൻ്റെ കൂടെ മറ്റേ സംഭവം കൂടെ കയറിപ്പോയതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാതെ പോയത്. പിന്നെ അവൻ്റെ ഓരോ വില്ലൻ മറ്റേ വർത്താനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് പാഴായി പോയത്. ഗബ്രിയും ജാസ്മിനും. പിന്നെ ജാസ്മിൻ നേരത്തെ എൻഗേജ്ഡാന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക പരിപാടി കാണിച്ചുകൊണ്ടാണ്. ജാസ്മിൻ നേരത്തെ എൻഗേജ്ഡ് ഒന്നല്ല, അവൾ ഒരു എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. ആ വാക്ക് വേണ്ട. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പെണ്ണാണ് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നെങ്കിൽ അത് ആ കോംബോ ഭയങ്കരമായിട്ട് വർക്കായി തന്നെ. അങ്ങനത്തെ സംഭവങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഒരു ലവ് കോംബോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരുമാതിരി മറ്റേ വെടിപ്പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ടാസ്കിലൊക്കെ ഈ മറ്റേ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഈ നന്ദനെ എടുത്തിട്ട് അടിച്ചത് ഒക്കെ എല്ലാവരും കണ്ടതാണ്. അവൻ സ്വയം കരഞ്ഞു. അയ്യോ ഞാൻ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞാൽ അവൻ കരഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. എന്താണേലും പോട്ടെ. ഇപ്പോൾ കാണാം ഇനിയിപ്പോൾ ഇന്ന് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. നോറ ഇതിനകത്ത് കയറിയിട്ട് എന്തൊക്കെ കാണിക്കും. ഇനി ഭയങ്കര ചാടിയായിരിക്കും. അവളെ പിടിച്ചാൽ കിട്ടില്ല. ഈ ഋഷി, സിജോ, സായി, ജിൻഡോ വലിയ കുഴപ്പമില്ല. ജിൻഡോ മണ്ടത്തരമൊക്കെ കാണിക്കുമെങ്കിലും ജിൻഡോയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. ജിൻഡോ അത് തെളിയിച്ചാണ്. പിന്നെ അഭിഷേക്, ഇതൊക്കെയാണ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ. അല്ലാതെ മറ്റേ ശ്രീതു, അർജുൻ ഇതൊക്കെ എന്തിനാണ് എടുത്തു വെച്ചേക്കുന്നത്? വെളി കളയാനാണെങ്കിൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വെളി കളഞ്ഞിട്ടുമില്ല. ഇത് അവസാന ആഴ്ച വരെ ഇവരെയൊക്കെ ഈ ശ്രീധുവിനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇവന്മാർ?